നമസ്കാരം. പ്രധാന വാർത്തകൾ. എനിക്കെതിരെ നടന്നത് ബോധപൂർവമായ ആക്രമണം. തിക്കും തിരക്കും ഉണ്ടാക്കി എന്തോ മൂർച്ചയുള്ള വസ്തു കണ്ണിൽ കുത്തി. പരിക്കേറ്റതിൽ ജി കൃഷ്ണകുമാർ. സംസ്ഥാനത്ത് വേനൽ മഴ തുടരാൻ സാധ്യത. സ്പാനിഷ് ലീഗിൽ എൽ ക്ലാസിക്കോ പോരാട്ടം. റയൽ മാഡ്രിഡ് ബാഴ്സലോണയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തനിക്കെതിരെ ഉണ്ടായത് ബോധപൂർവമായ ആക്രമണമെന്ന് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ. തിക്കും തിരക്കും ഉണ്ടാക്കിയാണ് തന്നെ ആക്രമിച്ചത്. ജനപങ്കാളിത്തം ഉണ്ടായിരുന്നെങ്കിലും തിക്കും തിരക്കും ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. തിക്കും തിരക്കും ഉണ്ടാക്കി ആരോ അപ്രതീക്ഷിതമായി കൂർത്ത എന്തോ വസ്തു കൊണ്ട് തന്നെ കണ്ണിൽ കുത്തിയെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. കോർണിയയിൽ മുറിവുണ്ടെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചെന്നും ജി കൃഷ്ണകുമാർ പറയുന്നു. പ്രചാരണത്തിനിടയിൽ ഇന്നലെയാണ് കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേറ്റത്. ഒരാഴ്ചത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. കുണ്ടറയിൽ പ്രചാരണം നടന്നപ്പോൾ താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി. ഇതിന് പിന്നാലെയാണ് ബോധപൂർവമായ ആക്രമണം നടന്നതെന്ന് കൃഷ്ണകുമാർ പറയുന്നു. സംസ്ഥാനത്ത് വേനൽ മഴ തുടരാൻ സാധ്യത. ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴ ലഭിച്ചേക്കും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലയിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. സ്പാനിഷ് ലീഗിൽ എൽ ക്ലാസിക്കോ പോരാട്ടം. റയൽ മാഡ്രിഡ് ബാഴ്സലോണയെ നേരിടും. രാത്രി 12:30 റയലിന്റെ തട്ടകത്തിലാണ് മത്സരം. കൊണ്ടും കൊടുത്തും കൊമ്പ് കോർത്തും ചോര വീഴ്ത്തി മത്സരിക്കുന്ന സ്പാനിഷ് വമ്പന്മാരുടെ പോരാട്ടത്തിന് ഫുട്ബോൾ ലോകം ചാർത്തിക്കൊടുത്ത പേരാണ് എൽ ക്ലാസിക്കോ. ലാലിഗ ജേതാക്കളെ കണ്ടെത്തുന്നതിൽ നിർണായകമായതിനാൽ ഇന്നത്തെ പോരാട്ടം തീപാറും. 31 റൗണ്ട് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ റയൽ മാഡ്രിഡ് 78ഉം ബാഴ്സലോണയ്ക്ക് 70 പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.